ഭീകരതയ്ക്ക് കീഴടങ്ങിയോ കേരള നിയമസഭ? കൊടും ഭീകരൻ അബ്ദുൾ നാസർ മദനിക്കെതിരായ പരാമർശം നിയമസഭാ രേഖയിൽ നിന്ന് നീക്കി. ബി.ജെ.പി. നിയമസഭാ കക്ഷി നേതാവ് ബി ഗോപകുമാർ MLA-യുടെ പരാമർശമാണ് നീക്കിയത്. മദനി അന്താരാഷ്ട്ര ഭീകരനെന്നായിരുന്നു ഗോപകുമാറിന്റെ പരാമർശം. PDP-യുടെ ആവശ്യത്തിന് വഴങ്ങിയാണ് സ്പീക്കറുടെ നടപടി. MLA അറിയിക്കാതെയാണ് നടപടി. അങ്ങനെയെങ്കിൽ അത് സഭാ ചട്ടലംഘനം കൂടിയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് അമ്പാടിയും തിരുവനന്തപുരത്ത് നിന്ന് ദിലീപ് കുറ്റിച്ചലും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ആദ്യം ദിലീപ് കുറ്റിച്ചലിലേക്കാണ്. ദിലീപ്, ഇത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു നടപടിയാണ് സഭയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. കാരണം BJP-യുടെ നിയമസഭാ കക്ഷി നേതാവ് ഒരു വിഷയം ചൂണ്ടിക്കാണിക്കുന്ന വേളയിലാണ് അബ്ദുൾ നാസർ മദനി അന്താരാഷ്ട്ര ഭീകരനെന്ന് പറയുകയും ഒപ്പം മദനിക്ക് വേണ്ടി മുൻപ് കേരള നിയമസഭയിൽ 2 മുന്നണികൾ പ്രമേയം പാസാക്കിയ കാര്യമാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സഭാ രേഖയിൽ നിന്നും ബി ഗോപകുമാറിന്റെ പരാമർശം ഒഴിവാക്കിയിരിക്കുന്നത്? ദിലീപ്, ഗൗതം സൂചിപ്പിച്ച പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് നിയമസഭയ്ക്ക് മുന്നിൽ, അതായത് ഭീകരതയ്ക്ക് മുന്നിൽ നിയമസഭ മുട്ടുകുത്തി എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ജൂലൈ 1-നാണ് ഈ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട് FCRക്കെതിരെ LDFും അതുപോലെ തന്നെ UDFും ഒരുപോലെ വോട്ട് ചെയ്ത് ആ ബില്ലിനെ എഗൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടാണ് BJP-യുടെ നിയമസഭാ കക്ഷി നേതാവ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ പരാമർശം ഇങ്ങനെയായിരുന്നു, അതായത് മാറാട് കലാപവുമായി കൂട്ടി ഇറക്കിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ പരാമർശം വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതായത് മാറാട് കലാപവുമായി ബന്ധപ്പെട്ട് അന്നത്തെ പോലീസിൻ്റെ റിപ്പോർട്ടിൽ കലാപത്തിന് പിന്നിൽ വിദേശ ഫണ്ട് നൽകിയിരുന്നു എന്നടക്കമുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതിൽ നിന്ന് കൂട്ടിയോജിപ്പിക്കുന്നത് FCRക്കെതിരെ എന്തുകൊണ്ടാണ് കേന്ദ്രം ഇത്തരത്തിൽ കർശന നിയമം കൊണ്ടുവരുന്നു, അത് രാജ്യസുരക്ഷയുടെ ഭാഗമായിട്ടാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ PDP നേതാവും അതോടെ തന്നെ അബ്ദുൾ നാസർ മദനിക്കെതിരെയും അദ്ദേഹം ഒരു പരാമർശം നടത്തിയിരുന്നു. ആ പരാമർശം പിൻവലിക്കണമെന്ന് PDP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഒരു കത്ത് നൽകിയിരുന്നു. കത്ത് നൽകിയതിൻ്റെ പിറ്റേ ദിവസം കത്ത് നൽകിയതിന് തുടർച്ചയായി തന്നെ ഈ അദ്ദേഹം നടത്തിയ ആ പരാമർശം മുഴുവൻ തന്നെ ഈ നിയമസഭയുടെ നിന്നും മാറ്റിയിരിക്കുകയാണ്. അതെന്തായാലും സ്വാഭാവികമായിട്ടും ചട്ട ലംഘനമാണ്. സ്വാഭാവികമായിട്ടും ഈ നിയമസഭ സമ്മേളിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു പ്രശ്നം വരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഈ സ്പീക്കർക്കുണ്ട്. പക്ഷേ ആ സ്പീക്കർ അത്തരത്തിൽ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല. പക്ഷേ നിയമസഭ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലൊരു സംഭവം വരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ നിയമസഭാ കക്ഷി നേതാവായ ബി ഗോപകുമാറിനെ കത്ത് വഴിയോ അല്ലെങ്കിൽ രേഖാമൂലമോ അറിയിക്കേണ്ടതുണ്ട്. ഈ രണ്ടും തന്നെ ഈ നിലവിലെ സ്പീക്കറായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നിയമസഭ ചട്ട ലംഘനമാണ്. അത് എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രവൃത്തി സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നതും. പ്രത്യേകിച്ച് ഇത് അബ്ദുൾ നാസർ മദനിക്ക് മുന്നിൽ ഈ നിയമസഭയും അതോടൊപ്പം തന്നെ UDFും മൂക്ക് കുത്തുന്നുണ്ടോ എന്നടക്കമുള്ള വിമർശനങ്ങളും ഇപ്പോൾ ഉയരുകയാണ്. ഗൗതം, ഓക്കെ ദിലീപ്, വ്യക്തമാണ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് അമ്പാടി കൂടി വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, നോക്കൂ, ബി ഗോപകുമാർ ചൂണ്ടിക്കാട്ടിയത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതായത് FCRക്കെതിരെ കേരളത്തിലെ 2 മുന്നണികൾ നിയമസഭയ്ക്കകത്ത് പ്രമേയം പാസ്സാക്കുമ്പോൾ അതിനു മുൻപ് ഈ രീതിയിൽ ഒരു പ്രമേയത്തെ 2 മുന്നണികളും 140 MLA-മാരും അന്ന് ഒരുമിച്ച് അനുകൂലിച്ചിരുന്നു. അത് മറ്റൊന്നുമല്ല, ഒരുപക്ഷെ നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൊടും ഭീകരന്മാരിൽ ഒരാളായിട്ടുള്ള അബ്ദുൾ നാസർ മദനി, അങ്ങനെയുള്ളൊരു കൊടും ഭീകരനായ മദനിയെ ജയിലിൽ നിന്നും മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണല്ലോ ഒരിക്കൽ 140 MLA-മാർ ഒപ്പിട്ട ഒരു പ്രമേയം കേരള നിയമസഭയിൽ പാസ്സായി പോയത്. അപ്പോൾ ആ കാര്യം ബി ഗോപകുമാർ ഓർമ്മപ്പെടുത്തുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ ആ പരാമർശം ഇപ്പോൾ സഭാ രേഖയിൽ നിന്നും വെട്ടിയിരിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം ഇസ്ലാമിക ഭീകരവാദികൾക്ക് മുന്നിൽ തലകുനിക്കുകയാണ് കേരള നിയമസഭ? രഞ്ജിത്ത്, തീർച്ചയായും അന്താരാഷ്ട്ര കുറ്റവാളിയാണ് മദനി എന്നൊരു പരാമർശമാണ് ബി ഗോപകുമാർ നടത്തിയത്. ഇതിൻ്റെ പശ്ചാത്തലം എന്നുള്ളത് ഗൗതം പറഞ്ഞതുപോലെ തന്നെ FCRയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയിൽ സാധാരണയായി മദനിയെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ ദേശീയ സർക്കാരിനെതിരെയുള്ള പ്രമേയങ്ങളൊക്കെ തന്നെ ഐകകണ്ഠേനയാണ് കേരളത്തിൻ്റെ നിയമസഭ പാസ്സാക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ പ്രമേയം FCRക്കെതിരെയുള്ള പ്രമേയം പാസ്സാക്കിയത് 3 അംഗങ്ങളുടെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ്. അപ്പോൾ ആ ചർച്ചയിലാണ് നിയമസഭാ കക്ഷി നേതാവായ ബി ഗോപകുമാർ വളരെ കൃത്യമായൊരു കാര്യം പറഞ്ഞത്. മാറാട് കലാപത്തിലടക്കം വിദേശ ഫണ്ടുകൾ വന്നിരുന്നു എന്ന് അന്നത്തെ അന്വേഷണ സംഘം കണ്ടെത്തി. കോടിക്കണക്കിന് രൂപ രാജ്യത്തേക്ക് ഹവാല പണമായും അല്ലാതെയും ഒഴുകുകയാണ്.
ഇതൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ FCRA നിയമം കൊണ്ടുവന്നത്. ആ നിയമത്തെ, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എടുത്ത നിലപാടുകളെ, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമത്തെയാണ് സംസ്ഥാന നിയമസഭ എതിർക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതാണ് അന്താരാഷ്ട്ര കുറ്റവാളിയായ കൊടും ഭീകരനായ മദനിയെ പുറത്തിറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്ന് ഒന്നു ചേർന്ന് പ്രമേയം പാസാക്കിയ നിയമസഭയാണിത്. അതുകൊണ്ട് തന്നെ ഈ നിയമസഭയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു കാര്യമുണ്ടാകുമ്പോൾ അതിൽ അതിശയപ്പെടേണ്ടതില്ല എന്നായിരുന്നു BB ഗോപകുമാർ പരാമർശിച്ചത്. അതിന് പിന്നാലെ PDPയുടെ സംസ്ഥാന ഘടകമാണ് നിയമസഭാ സെക്രട്ടറിക്ക് കത്തു നൽകിയത്. മദനിക്കെതിരെയുള്ള ഈ ഒരു പരാമർശം പിൻവലിക്കണം. ഈ നടപടിക്ക് പിന്നാലെയാണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ആ പരാമർശം നീക്കിയത് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. സാധാരണ നിയമസഭയുടെ നടപടി ചട്ടങ്ങൾ പ്രകാരമാണെങ്കിൽ, സഭാ സമ്മേളനം നടക്കുന്ന വേളയിലാണെങ്കിൽ ഈ പരാമർശം നീക്കുന്ന കാര്യം, അതിനുവേണ്ടിയുള്ള നടപടികൾ സഭയെ അറിയിക്കണം സ്പീക്കർ. അല്ലാത്ത സഭാ സമ്മേളനം നടക്കാത്ത കാലഘട്ടമാണെങ്കിൽ ഈ അംഗത്തിനെ നേരിട്ട് രേഖാമൂലം അറിയിച്ച ശേഷം മാത്രമേ ഇത്തരമൊരു നടപടിക്രമം നടത്താൻ പാടുള്ളൂ. ഇവിടെ യാതൊരു നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടില്ല. ഇത് ചട്ടലംഘനമാണ്.